പ്രഖ്യാപനം വന്ന് 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാദം. എന്നാൽ മണിക്കൂറുകളും പിന്നീട് ദിവസങ്ങളും കഴിഞ്ഞപ്പോൾ ആകെ 55 സ്ഥാനാർത്ഥികളെ മാത്രമാണ് കോൺഗ്രസിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. അതിൽ ഭൂരിഭാഗവും സിറ്റിംഗ് എംഎൽഎമാരും. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രധാന നേതാക്കളായ രമേശ് ചെന്നിത്തല, ശശി തരൂര്, കെ സുധാകരൻ എന്നിവരോടൊന്നും ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് അണിയറയിൽ സ്ഥാനാർത്ഥി ചർച്ചകളെന്ന് ആക്ഷേപവും ഉണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഭൂരിഭാഗം സീറ്റുകളും കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും കൈയടക്കിയിരിക്കുകയാണെന്ന്. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരുൾപ്പെടെ വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന പുതിയ ഗ്രൂപ്പ് സമവാക്യം സ്ഥാനാർത്ഥി ചർച്ചകളിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. ഇതുവരെ നടന്ന ചർച്ചകളിലെല്ലാം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും തമ്മിലായിരുന്നു. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് വെറും കാഴ്ചക്കാരന്റെ റോള് മാത്രമായിരുന്നു അവിടെ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയ അബിൻ വർക്കിക്ക് ആറന്മുള സീറ്റ് നൽകണമെന്ന് ചെന്നിത്തല വാശി പിടിച്ചുവെങ്കിലും പ്രാഥമിക പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടാതെ കെ സുധാകരൻ നിർദ്ദേശിച്ച പല പേരുകളും ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റുകയും ചെയ്തു. സ്ഥാനാർത്ഥി നിർണയത്തിൽ DCCകൾ സമർപ്പിച്ച പട്ടികയ്ക്ക് പ്രാധാന്യം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, നേതാക്കളുടെ പിന്തുണയിൽ സീറ്റുകൾ വീതം വെച്ചതായും ആരോപണമുണ്ട്. OBC പ്രാതിനിധ്യത്തിനായുള്ള രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശവും അക്കൂട്ടത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല. പാർലമെന്റ് സമ്മേളനത്തിന്റെ ഭാഗമായി നേതാക്കളെല്ലാം ഡൽഹിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ചർച്ചകളെല്ലാം നിയന്ത്രിച്ചത് കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു. അനൗപചാരിക ചർച്ചകൾ ഒരു ഘട്ടത്തിൽ വേണുഗോപാലിന്റെ ഔദ്യോഗിക വസതിയിലാണ് നടന്നത്. മറ്റ് നേതാക്കളെ ഒഴിവാക്കാനായിരുന്നു ഈ നീക്കമെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും പ്രാഥമിക പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ കോൺഗ്രസിൽ കലാപം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് നടത്തിയ നീക്കങ്ങളൊന്നും ഇതുവരെ ഫലിച്ചിട്ടില്ല. എന്തായാലും ബാക്കി സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വരുന്നതോടെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് കൂടുതൽ കനക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം.